അതെ, ആ പച്ച ഷർട്ട് എനിക്ക് വേണം കേട്ടോ. ഡോക്ടർ അല്ലേ അത്? അയാൾ നമ്മളെ തപ്പി ഇറങ്ങിയതാ. നീ വാ. ഓടിക്കോ. ഏയ് സുധി, ഒന്ന് നിക്ക്. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ. എങ്ങോട്ടാണ് പോകുന്നത്? സോറി നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? പരാജയം തനിക്ക്. അതെ, നിങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടാ പോകുന്നത്. ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവൻ ഗർഭിണികളാക്കും. നീ നോക്കിക്കോ. ദേ വരുന്നു. വാ വാ വാ. അയാളുടെ കണ്ണിപ്പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോന്നതാ. മുകളില് എനിക്കൊരിക്കലും ഡോക്ടറെ ചതിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ ഒളിച്ചോടിയത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച സാറിന് ഭ്രാന്താണ്. നീ പോടാർന്ന്, ഞാൻ തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഗർഭിണിയാവുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അതാ ഉണ്ടായത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ അല്ലേ നീ ഇതിന് സമ്മതിച്ചത്? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? അല്ല സാറ് ക്ഷമിക്കണം, ഞാനതൊന്നത്ര കാര്യമായിട്ടെടുത്തില്ല. നിന്റെ ജീവൻ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന ഒരു പിഞ്ചു ജീവനുണ്ട്. അത് നശിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഇത്രയും ക്രൂരത ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല സുധി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. സാറിനോട് ക്ഷമിക്കണം. അറിവില്ലായ്മ? ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിച്ചൊരു പുരുഷനാണ് നീ. നിന്റെ ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അതറിയാമോ? നിനക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാം. ആരും നിന്നെ നിർബന്ധിക്കില്ല. അതിനൊരു അബോർഷൻ വേണ്ടിവരും. പക്ഷേ അത് നിന്റെ ജീവൻ ആപത്താണ്. ആലോചിച്ച് നിനക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാം. കുഴപ്പമൊന്നുമില്ല. സുധി, നിന്റെ ഉള്ളിൽ വളരുന്ന ജീവന്റെ തുടിപ്പ് നിനക്ക് കാണണോ? ദാ. എന്റെ വയറിന് എന്തോ ഒരു വല്ലായിക. ബാത്റൂം ഫ്രീ ആയിട്ടുണ്ട്, പൊയ്ക്കോ. അതല്ല, പിന്നെ എന്തോ ഒരു അനക്കമൊക്കെ തുടങ്ങി. ആണോ? നോക്കട്ടെ. ആങ്കൊച്ചാന്ന് തോന്നുന്നു. ചവിട്ടും തൊഴിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിൾ എടുത്ത് കഴുകിട്ട് ഒരടിപൊളി ജ്യൂസ് ഉണ്ടാക്കട്ടെ. എനിക്കൊന്നും വേണ്ട. നിനക്കല്ല, എനിക്ക്. ഇനിയിപ്പോ പ്രസവം ആശുപത്രി എന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കാനുള്ളതല്ലേ, ക്ഷീണിക്കാൻ പാടില്ലല്ലോ. വന്നേ. ലാലി 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 ലോ. പതുക്കെ 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 പതുക്കെ. ദേ ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? അതെ, കൊന്നുകളയും ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടാ, മോൻ കുടി. സുധി, നീ ഇതുവരെ കുളിച്ചില്ലേ? പെട്ടെന്ന് റെഡി ആക്കിയോ, നമുക്കൊരു പ്രസ് മീറ്റിന് പോണം. വേഗം. ദേ
വന്ന ഉടനെ എന്നെ വിളിക്കണം. ആൾക്കാരെ മുമ്പേ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പോവുകയല്ലേ, വിളിദോഷം ഉണ്ടാവും. സാരമില്ല, വന്ന ഉടനെ അണ്ണ ഒന്ന് ഒഴിഞ്ഞിടാം. പിന്നെ കുരുത്തം കെട്ട പിള്ളേർ കാണും, വയറ്റിലൊന്നും തൊടാൻ സമ്മതിക്കരുത്. ഈ സമയത്ത് ആ കൊച്ചനക്കം വെച്ച് തുടങ്ങുന്നത്. അറിയോ, ഇത് എന്റെ വയറ്റ് വളരാനുള്ള കുഞ്ഞാ. എന്നിട്ട് എന്താ ഡോക്ടർ സമ്മതിച്ചില്ലേ? അപ്പൊ ഇവിടുത്തെ ഡോക്ടർ പറയുന്നു എന്റെ ബ്ലഡ് ഗ്രൂപ്പ് പോരാ, എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലെന്ന്. അതൊന്നും ആയിരിക്കില്ല. ഡോക്ടർ ഒരു സമയത്ത് ചിമ്പാൻസിയിലും കുരങ്ങിലും ഒക്കെ പരീക്ഷണം നടത്തിയിട്ടുള്ളതല്ലേ. വീണ്ടും അതേ ജീവിയിൽ തന്നെ നടത്തുന്നത് ബോറടിയായിരിക്കും. എന്റെ മോൻ പാല് കൂടി. അളിയ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ അളിയ, നമ്മുടെ ശ്രീകുട്ടിക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ, അരവിന്ദാക്ഷം കൊണ്ടുവന്ന. അവർക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. വരുന്ന ഞായറാഴ്ച അവരോട് വരാൻ പറയട്ടെ. അളിയ എത്തുമല്ലോ? അവരോട് വരാൻ പറഞ്ഞോളൂ. ഏതായാലും 2-3 മാസം സമയമുണ്ടല്ലോ. അവർക്കൂടി താല്പര്യമാണെങ്കിൽ നമുക്കതങ്ങ് നടത്താം. ഓക്കെ. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ടു പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ടു പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യമോ പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ, എനിക്കെന്ത്? ചേച്ചി ചേച്ചി ചേച്ചിയുടെ ആളെത്തി. രാജീവിന്റെ ശ്രീലക്ഷ്മിയുടെയും ജാതകം നല്ല പൊരുത്തമുണ്ട്. മറ്റു കാര്യങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം, അല്ലേ? മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെ മകളാണ് കുട്ടി എന്ന് കേട്ടപ്പോ തന്നെ ഞങ്ങൾക്കൊക്കെ വലിയ താല്പര്യമായി. അതുകൊണ്ട് ഒട്ടും വൈകാതെ നടത്താൻ തീരുമാനിച്ചു. ആ, എന്നാ പിന്നെ കുട്ടിയെ വിളിച്ചോളൂ. അപ്പൊ പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം, അല്ലേ? അരവിന്ദ, ആ ചാർത്ത് വായിച്ചോളൂ. പരേതനായ മാങ്കോയിക്കൽ പത്മനാഭപിള്ളയുടെയും സരസ്വതി അമ്മയുടെ മകൾ ശ്രീലക്ഷ്മിയും ഹായ് സൂര്യ മാമൻ. മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പുരുഷൻ ഗർഭം ധരിച്ചിരിക്കുന്നു. പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. ഇത് സുധീന്ദ്രൻ, ചരിത്രത്തിലാദ്യമായി ഗർഭം ധരിക്കുന്ന പുരുഷൻ. നാളിതുവരെ സ്ത്രീകളുടെ കുത്തകയായിരുന്ന ഗർഭധാരണവും പ്രസവവും ഇനി മുതൽ പുരുഷന്മാർക്കും സാധ്യമാകുന്നു. 12 വർഷത്തെ ഗവേഷണ നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഈ സാധ്യത കണ്ടെത്തിയത് പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ റോയ് മാത്യുവാണ്. ആദ്യമായി ഗർഭം ധരിക്കുന്നത് മലയാളിയായ സുധീന്ദ്രൻ എന്ന യുവാവാണ്.